കേരളം ബൂത്തിലെത്താൻ 10 നാൾ മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിലെത്തി. കോഴിക്കോടും മലപ്പുറത്തും കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകർന്ന് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂരിനായി വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയത് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് മറുപടി നൽകാൻ LDFന്റെ ജനമഹാസാഗരം അല്പസമയത്തിനകം നടക്കും. ഷഹദ് റഹ്മാൻ നിലമ്പൂരിൽ നിന്നും, സുജിത് അയ്യപ്പത്ത് കൽപ്പറ്റയിൽ നിന്നും, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. ആദ്യം ഷഹദ് റഹ്മാനിലേക്കാണ്. ഷഹദ്, ഇപ്പോൾ എവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കുന്നത്? ഷഹദ്. ഉന്മേഷ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കുകയാണ്. നിലമ്പൂരിലാണ് ഉള്ളത്. അതായത് വലിയ രീതിയിലുള്ള ജനക്കൂട്ടമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്ന് മനസ്സിലാക്കുന്നു. നിലമ്പൂർ മണ്ഡലത്തിലെ മൂത്തേടം എന്ന് പറയുന്ന പ്രദേശത്താണ്, അല്ലെങ്കിൽ ആ മേഖലയിലാണ് ഇപ്പോൾ റോഡ് ഷോ നടക്കുന്നത്. റോഡിന്റെ ഇരു കരകളിലും, അല്ലെങ്കിൽ റോഡിന്റെ ഇരുവശത്തുമായി 10,000-കണക്കിന് ആളുകൾ തടിച്ചുകൂടി രാഹുൽ ഗാന്ധിയെ അഭിവാദ്യം ചെയ്യുവാനായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അല്പസമയം തന്നെ മൂത്തേടം ടൗണിൽ നിന്ന് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. കാരണം ഇനി ഒരു റോഡ് ഷോ കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. കരുവാരക്കുണ്ടിലാണ് ആ റോഡ് ഷോ നടക്കാനുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മണ്ഡലത്തിന്റെ വിവിധ ഇടങ്ങളിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പര്യടനം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കരുവാരക്കുണ്ടിലെ ഈ റോഡ് ഷോ കൂടി അവസാനിക്കുന്നതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ 2 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി ജില്ലയിൽ നിന്ന് മടങ്ങും. പിന്നെ ഈ വോട്ടർമാർ അത് തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് പോകാനുള്ള സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന്, അതായത് പ്രധാനമായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ രാഹുൽ ഗാന്ധിയുടെ വരവിൽ കാര്യമായിട്ട് സംസ്ഥാന സർക്കാരിനെ ഒന്നും കടന്നാക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര സർക്കാരിനെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയും കടന്നാക്രമിക്കുകയും അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വിവിധയിടങ്ങളിൽ അദ്ദേഹം സംസാരിച്ച ഘട്ടത്തിൽ പ്രധാനമായിട്ടും പ്രധാനമന്ത്രിക്ക് നേരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിക്ക് ഇന്ത്യ എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഒരു ഭാഷ, ഒരു ദേശം, ഒരു നേതാവ് എന്നതാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഓരോ സംസ്ഥാനത്തിനും ഓരോ സംസ്കാരമുണ്ട്. മലയാളം പറയുന്നത് കേവലം ഒരു ഭാഷയായിട്ടില്ല, അതൊരു വികാരമാണ്. സമാനമായ രീതിയിൽ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലുമൊക്കെ തന്നെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ അവിടെ സംസാരിക്കുന്നത് അത്രയും മറ്റു പല കാര്യങ്ങളെ കുറിച്ചുമാണ്. തമിഴ്നാട്ടിൽ പോയപ്പോൾ അവിടുത്തെ ദോശയെ കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പ്രധാനമന്ത്രിക്കായിട്ടില്ല. അത്തരത്തിൽ വിവിധ വിഷയങ്ങൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ ജോലി സംബന്ധമായ വിഷയങ്ങളാണ്. കാരണം ഈ യുവാക്കൾ ജോലിയില്ലാതെ, ജോലിരഹിതരായി തുടരുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് ജോലി ലഭിക്കാനായി കൂടുതൽ ജോലി സാധ്യത, അതായത് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ എത്തിയതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെയും അതിരൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതായത് ഈ വന്നുകൂടിയിരിക്കുന്ന ജനങ്ങൾ, അതായത് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ റാലി കാണാൻ, അല്ലെങ്കിൽ റോഡ് ഷോ കാണാൻ വന്നുകൂടിയിട്ടുള്ള ജനങ്ങൾ, ആ ജനങ്ങളിൽ LDFകാരൊക്കെ ഉണ്ടാകുമെന്ന് തനിക്കറിയാം. എനിക്ക് നിങ്ങളുമായി ആശയപരമായി വ്യത്യാസമുണ്ട്, പക്ഷേ നിങ്ങൾ വയനാട്ടുകാരാണ്. എന്നോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ വീട്ടുകാർ തന്നെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു തുറന്ന സംവാദത്തിനും താൻ തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങളും കഴിഞ്ഞ മണിക്കൂറുകളിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിലുടനീളം അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. എന്തായാലും റോഡ് ഷോ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇനി ഒരിടത്ത് റോഡ് ഷോ കൂടി പൂർത്തിയാകാനുണ്ട്. ഇതോടുകൂടി 2 ദിവസത്തെ മണ്ഡല പര്യടനം പൂർത്തിയാക്കി രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് മടങ്ങും. ശരി, രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഹദ് റഹ്മാൻ.